Now the second type of cross drainage work is cross drainage works carrying drainage over the canal. Cross drainage works carrying drainage over canal. ഇവിടെ drainage ആയിരിക്കും കനാലിന്റെ മുകളിൽ വരുന്നത്. സോ ഒബ്വിയസ്ലി ഡ്രെയിനേജ് കനാലിന്റെ മുകളിൽ ആയതുകൊണ്ട് എങ്ങനെയായിരിക്കും? ഡ്രെയിനേജ് വെറ്റ് ലെവൽ വിൽ ബി ഗ്രേറ്റർ ദാൻ കനാൽ വെറ്റ് ലെവൽ. ഡ്രെയിനേജിന്റെ വെറ്റ് ലെവൽ കനാൽ വെറ്റ് ലെവലിനേക്കാളും മുകളിലായിരിക്കും. So the drainage is carried over the canal, and the advantage of this type is that cross drainage work themselves are less liable to damage than earthwork of canal. ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ആർ ലെസ് ലയബിൾ ടു ഡാമേജ് ദാൻ എർത്ത് വർക്ക് ഓഫ് കനാൽ. ക്രോസ് ഡ്രെയിനേജ് വർക്ക് കനാൽ എർത്ത് വർക്കിനേക്കാളും ക്രോസ് ഡ്രെയിനേജ് വർക്കിൽ ഡാമേജ് കുറവായിരിക്കും. Cross drainage works are less liable to damage than earthwork of canal. Than earthwork of കനാലിന്റെ എർത്ത് വർക്കിൽ വരുന്ന ഡാമേജിനേക്കാളും കുറവായിരിക്കും ക്രോസ് ഡ്രെയിനേജ് വർക്ക്സിൽ ഉണ്ടാവുന്ന ഡാമേജ്. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. പക്ഷെ ഇതിൽ കുറച്ച് ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പെരണിയൽ കനാൽ ഇസ് നോട്ട് ഓപ്പൺ ടു ഇൻസ്പെക്ഷൻ. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പെരണിയൽ കനാൽ ഇസ് നോട്ട് ഓപ്പൺ ടു ഇൻസ്പെക്ഷൻ. കനാൽ എന്ന് പറയുന്നത് ഡ്രെയിനേജിന്റെ താഴെയായിട്ട് കനാലിനകത്ത് ഇൻസ്പെക്ഷൻ നമുക്ക് എപ്പോഴും എളുപ്പമല്ല, കാരണം അത് ഓപ്പൺ അല്ലല്ലോ. കനാൽ ഡ്രെയിനേജിന്റെ താഴെയായിട്ട് ഇറ്റ് ഇസ് നോട്ട് ഓപ്പൺ ടു ഇൻസ്പെക്ഷൻ. ഓൾസോ ഇഫ് silt is deposited in the barrels of work, it is difficult to clear it out. Difficult to clear silt deposited in barrels. ഇത് രണ്ടുമാണ് ഡിസഡ്വാൻറ്റേജ്. ഇതിന്റെ ബാരൽസിൽ സിൽറ്റ് ഡെപ്പോസിറ്റ്സ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ the structures that fall under this type are super passage and canal siphon. ഇതിൽ വരുന്നതാണ് സൂപ്പർ പാസേജും സെക്കൻഡ് വൺ കനാൽ സൈഫൺ. നമ്മൾ ആക്വിഡക്ട് സൂപ്പർ സൈഫൺ ആക്വിഡക്ട് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് സൂപ്പർ പാസേജും കനാൽ സൈഫണും. ഈ സൂപ്പർ പാസേജിൽ എങ്ങനെയാണ് ഡ്രെയിനേജ് ബെഡ് ലെവൽ നമുക്കറിയാം. സെക്കൻഡ് ടൈപ്പിൽ എന്താണ് ഡ്രെയിനേജ് ഓവർ കനാൽ ആയതുകൊണ്ട് രണ്ട് കേസിലും ഡ്രെയിനേജിന്റെ ബെഡ് ലെവൽ ഗ്രേറ്റർ ദാൻ കനാൽ ബെഡ് ലെവൽ ആയിരിക്കും. ഡ്രെയിനേജ് കനാലിന്റെ മുകളിലായതുകൊണ്ട് ഡ്രെയിനേജിന്റെ ബെഡ് ലെവൽ കനാൽ ബെഡ് ലെവലിന്റെ മുകളിലാണ്. ഇനി ഇതിനെ എങ്ങനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇത് ഏത് സമയത്ത് ഇത് യൂസ് ചെയ്യുന്നുള്ളത് നമ്മൾ അറിയണം. രണ്ട് കേസിലും ഡ്രെയിനേജ് ബെഡ് ലെവൽ ഇസ് ഗ്രേറ്റർ ദാൻ കനാൽ ബെഡ് ലെവൽ സിൻസ് ഡ്രെയിനേജ് ഇസ് ഓവർ ദ കനാൽ. ഇനി സൂപ്പർ പാസേജിന്റെ കേസിൽ FSL of canal is lower than underside of the trough carrying drainage. അതായത് canal FSL is less than drainage bed level. കനാലിന്റെ മാക്സിമം വാട്ടർ ലെവൽ ഡ്രെയിനേജ് ബെഡിന്റെ താഴെയായിരിക്കും. അങ്ങനെയുള്ള കേസിൽ സൂപ്പർ പാസേജും അതുപോലെ കനാൽ FSL ഗ്രേറ്റർ ദാൻ ഡ്രെയിനേജ് ബെഡ് ലെവൽ, അങ്ങനെയെങ്കിൽ കനാൽ സൈഫണും കൊടുക്കും.
അക്വഡക്റ്റിന്റെ സൂപ്പർ അക്വഡക്റ്റിന്റെ സൈഫൺ അക്വഡക്റ്റിന്റെ നേരെ തിരിച്ചുള്ളതാണ് സൂപ്പർ പാസേജും കനാൽ സൈഫണും. രണ്ട് കേസിലും ഡ്രെയിനേജ് ബെഡ് ലെവൽ അബവ് കനാൽ ബെഡ് ലെവൽ. പക്ഷേ കനാലിന്റെ FSL ഡ്രെയിനേജ് ബെഡ് ലെവലിൽ നിന്നും വളരെ താഴെയാണെങ്കിൽ സൂപ്പർ പാസേജ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ കനാലിന്റെ FSL ഡ്രെയിനേജ് ബെഡ് ലെവലിന് മുകളിലാണെങ്കിൽ വി പ്രൊവൈഡ് സൈഫൺ, കനാൽ സൈഫൺ. So super passage and canal siphon are two structures which comes under the category of cross drainage works carrying drainage over canal. ഇനി so ഈ കേസില് canal water runs under gravity. Super passage ല് canal water runs under gravity. Super passage in the case canal water runs under gravity. ഇനി canal siphon ലോ canal siphon എങ്ങനെയാണെന്ന് നോക്കാം. FSL of canal is above bed level of drainage, so canal runs under siphonic action. ഇവിടെ canal runs under siphonic action. അതുപോലെ തന്നെ canal bed level is lowered. Canal bed level is lowered. Then ramp is provided at the exit so that trouble of silting is minimized. Ramp is provided at exit to minimize silting trouble. Silting trouble minimize ചെയ്യാൻ വേണ്ടി ഒരു എക്സിറ്റിൽ ഒരു റാമ്പും കൂടെ പ്രൊവൈഡ് ചെയ്യും. സോ സൂപ്പർ പാസേജും കനാൽ സൈഫണും എപ്പോൾ കൊടുക്കും? രണ്ട് കേസിലും ഡ്രെയിനേജ് കനാലിന്റെ മുകളിലായിരിക്കണം. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് കനാലിന്റെ ഫുൾ സപ്ലൈ ലെവൽ ഡ്രെയിനേജ് ബെഡിന്റെ മുകളിലാണോ താഴെയാണോ എന്ന്. കനാൽ FSL ഡ്രെയിനേജ് ബെഡിന് താഴെയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ പാസേജ് പ്രൊവൈഡ് ചെയ്യാം. അതല്ല കനാൽ FSL ഡ്രെയിനേജ് ബെഡ് ലെവലിന് മുകളിലാണെങ്കിൽ കനാൽ സൈഫണും പ്രൊവൈഡ് ചെയ്യാം. ഇതായിരിക്കും പ്ലാൻ. സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്കിന്റെ ക്രോസിംഗിൽ വരുന്ന പ്ലാൻ ഇങ്ങനെയായിരിക്കും. ഇനി സൂപ്പർ പാസേജും കനാൽ സൈഫണും എങ്ങനെയാണെന്ന് നോക്കാം. You can see canal below drainage, canal FSL also below drainage bed level. So ഇത് എന്താണ്? സൂപ്പർ പാസേജ്. ഇതാണ് സൂപ്പർ പാസേജ്. ഇനി കനാൽ സൈഫൺ നോക്കാം.
ഇവിടെ കണ്ടോ, ഡ്രെയിനിന്റെ അടിയിൽ കനാൽ വന്നപ്പോ ഇത് കനാൽ സൈഫൺ. സോ ഡ്രെയിനിന്റെ അടിയിൽ കനാൽ വന്നപ്പോൾ ഫ്ലോർ ഡിപ്രസ് ചെയ്ത് കൊടുത്ത് കനാലിന്റെ വാട്ടർ ലെവൽ റെഡ്യൂസ് ചെയ്ത് അതിന്റെ താഴെ കൂടെ സൈഫോണിക് ആക്ഷൻ വഴിയായിട്ട് ഈ ഒരു പോർഷനിൽ പാസ് ചെയ്തു. സോ അതിന്റെ ബെഡ് ലെവലും താത്തി കൊടുത്തു, ഡിപ്രസ്ഡ് ഫ്ലോർ ഒക്കെ കൊടുത്ത് ഇവിടെ ഒരു റാമ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട് സിൽറ്റിംഗ് ട്രബിൾ കുറയ്ക്കാൻ വേണ്ടി. സോ ദിസ് ഇസ് ദ സെക്കൻഡ് ടൈപ്പ്. അതിൽ തന്നെയാണ് സൂപ്പർ പാസേജും കനാൽ സൈഫൺ. Now, the third type of cross drainage work. Third type of cross drainage work is cross drainage work admitting drainage water into canal. Third is cross drainage work admitting drainage water into canal. അതായത് കനാലിന്റെ ഡ്രെയിനേജിലെ വെള്ളത്തിനെ ഇന്റർമിക്സ് ചെയ്യാൻ അലോ ചെയ്യുന്ന ടൈപ്പ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ഐഡിയ മനസ്സിലാവും എന്താണ് ഇത്. ഇന്റർമിക്സ് ചെയ്യാൻ അനുവദിക്കണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ലെവലിലായിരിക്കും ഡ്രെയിനേജും കനാലും വരുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് നമ്മളെ വാട്ടറിനെ രണ്ടും തമ്മിൽ മിക്സ് ചെയ്യാൻ അനുവദിക്കുന്നത്. So the third type is cross drainage work admitting drainage water into the canal. So in this type of work, canal and drainage water are permitted to intermingle with each other. Only advantage of this type is its low initial cost. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ കോസ്റ്റ് കുറവായിരിക്കും. അത് മാത്രമേ ഉള്ളൂ ഇതിനകത്തൊരു അഡ്വാൻറ്റേജ്. ഇവിടെ എങ്ങനെയാണ്? Canal water and drainage water are permitted to intermingle. Whereas drainage water are permitted to intermingle. പിന്നെ ഇതിനകത്ത് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോ ഇനീഷ്യൽ കോസ്റ്റ്. ഇനീഷ്യൽ കോസ്റ്റ് കുറവാണ്. ഇതിന് കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഡിസ്അഡ്വാൻറ്റേജസ്, regulation of such a work is difficult and requires additional staff. Regulation difficult and requires additional. ഇതുപോലുള്ള ക്രോസ് ഡ്രെയിനേജ് വർക്ക് റെഗുലേറ്റ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ അഡീഷണൽ സ്റ്റാഫിന്റെ ആവശ്യമുണ്ട്. അതൊരു ഡിസഡ്വാൻറ്റേജ്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ്, കനാൽ ഹാസ് ടു ബി ഡിസൈൻ ടു ക്യാരി ഇൻക്രീസ്ഡ് ഫ്ലഡ് ഡിസ്ചാർജ്. Canal to be designed to carry increased flood discharge. അതായത് വാട്ടർ ഇന്റർമിംഗിൾ ചെയ്യുമ്പോൾ കനാലിനകത്ത് വരുന്ന ഡിസ്ചാർജ് കൂടുതലായിരിക്കും. സോ ആ ഇൻക്രീസ്ഡ് ഡിസ്ചാർജിന് വേണ്ടി വേണം കനാൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ ഒരുപാട് മെറ്റീരിയൽ ഒക്കെ വേണ്ടി വരും. Now, faulty regulation of gates may damage the canal. Faulty regulation of gates may damage canal. ഇതിനകത്ത് ഗേറ്റ്സ് ഉപയോഗിക്കും. അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് റെഗുലേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കനാലിന് ഡാമേജ് വരെ സംഭവിക്കാം. പിന്നുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സിൽറ്റ് ക്ലിയറൻസിന് അഡീഷണൽ എക്സ്പെൻഡിച്ചർ വേണം.
സിൽറ്റ് ക്ലിയറൻസിന് ഇവിടെ അഡീഷണൽ എക്സ്പെൻഡിച്ചറിന്റെ ആവശ്യമുണ്ട്. These are the disadvantages of cross drainage works which admit drainage water into canal. Regulation is difficult and requires additional staff. Canal to be designed to carry increased flood discharge. Faulty regulation of gates may damage the canal. Then additional expenditure is required for silt clearance. ഇനി ഈ തേർഡ് ടൈപ്പ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്കിൽ വരുന്ന സ്ട്രക്ചേഴ്സ് ആണ് ലെവൽ ക്രോസിംഗും ഇൻലെറ്റ്സ് ആൻഡ് ഔട്ട്ലെറ്റ്സ്. ലെവൽ ക്രോസിംഗും ഇൻലെറ്റ്സ് ആൻഡ് ഔട്ട്ലെറ്റ്സും ആണ് ഈ ടൈപ്പിൽ വരുന്നത്. ഇപ്പൊ ലെവൽ ക്രോസിംഗ് എന്താണെന്ന് നോക്കാം. ലെവൽ ക്രോസിംഗും ഇൻലെറ്റ്സ് ആൻഡ് ഔട്ട്ലെറ്റ്സ് അത് രണ്ടുമാണ് ഈ തേർഡ് ടൈപ്പിൽ വരുന്ന ക്രോസ് ഡ്രെയിനേജ് വർക്ക്. ലെവൽ ക്രോസിംഗിന്റെ ഫിഗർ നോക്കാം. സോ ഇതാണ് ലെവൽ ക്രോസിംഗിന്റെ ഫിഗർ. ഇനി ലെവൽ ക്രോസിംഗിനെ കുറിച്ച് നോക്കാം. Level crossing is constructed when the beds of the canal and drainage are practically at the same level. എന്താണ് പറയുന്നത്? ഇത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? Canal and drainage have same bed level. കനാലിനും ഡ്രെയിനേജിനും ഒരേ ബെഡ് ലെവൽ ഉള്ളപ്പോഴാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ലെവൽ ക്രോസിംഗ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഡ്രെയിനേജ് വാട്ടർ is passed into the canal and taken out at the opposite bank. ഇവിടെ എന്ത് ചെയ്യും? ഡ്രെയിനേജിൽ നിന്ന് വരുന്ന വെള്ളത്തിനെ കനാലിലോട്ട് എടുത്തിട്ട് അതിനെ ഓപ്പോസിറ്റ് ബാങ്കിൽ വെളിയെടുക്കും. In this type of work, drainage water is passed into the canal and then taken out at the opposite bank. Drainage water passed into canal and taken out at opposite bank. കനാലിലോട്ട് പാസ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ബാങ്കിൽ അത് വെളിയിലെടുക്കും. Then taken out at the opposite bank. So ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? It consists of construction of a crest with its top at FSL of canal at the upstream junction with canal. ഇതിനകത്ത് വരുന്ന കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനകത്ത് ഒരു ക്രെസ്റ്റ് ഉണ്ട്. അത് എവിടെയാണ് വരുന്നത്? ക്രെസ്റ്റിന്റെ ടോപ്പ് എന്ന് പറയുന്നത് കനാൽ FSL വരും. ഈ ക്രെസ്റ്റ് എന്ന് പറയുന്നത് കനാലിന്റെ FSL വരും. ക്രെസ്റ്റ് കനാൽ FSL
at the upstream junction with canal. At upstream junction with canal. ഈ ക്രോസ് ഡ്രെയിൻ അതായത് ലെവൽ ക്രോസിംഗിൽ ഒരു ക്രസ്റ്റ് ഉണ്ട്. ക്രസ്റ്റിന്റെ ലെവൽ എന്ന് പറയുന്നത് കനാലിന്റെ FSLന്റെ ലെവലിലായിരിക്കും at the upstream junction of canal. പിന്നെ ഇതിൽ വരുന്നത് ഹെഡ് റെഗുലേറ്റർ അക്രോസ് ഡ്രെയിനേജ് അറ്റ് ഡൗൺസ്ട്രീം ജംഗ്ഷൻ. ഒരു ഹെഡ് റെഗുലേറ്റർ അറ്റ് ഡൗൺസ്ട്രീം ജംഗ്ഷൻ. പിന്നെ വരുന്ന കമ്പോണന്റ് ആണ് ഹെഡ് റെഗുലേറ്റർ അറ്റ് ഡൗൺസ്ട്രീം ജംഗ്ഷൻ. ഡൗൺസ്ട്രീം ജംഗ്ഷനിൽ ഒരു ഹെഡ് റെഗുലേറ്റർ വരും. പിന്നെ വരുന്നത് ക്രോസ് റെഗുലേറ്റർ അക്രോസ് ദ കനാൽ അറ്റ് ഇറ്റ്സ് ഡൗൺസ്ട്രീം ജംഗ്ഷൻ. cross regulator at downstream junction with the drainage. കനാലിന്റെ ഡ്രെയിനേജ് ആയിട്ട് വരുന്ന ഡൗൺസ്ട്രീം ജംഗ്ഷനിൽ ഒരു ക്രോസ് റെഗുലേറ്ററും ഉണ്ട്. ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. When the drainage does not carry any water, the regulator is closed while cross regulator of canal is kept fully open so that canal flows without any interruption. So ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്രെയിനേജിൽ വാട്ടർ ഇല്ലാത്ത സമയം അതിന്റെ റെഗുലേറ്റർ അങ്ങ് ക്ലോസ് ചെയ്ത് വെക്കും. ഡ്രെയിനേജിൽ വാട്ടർ ഇല്ലാത്ത സമയം അതിന്റെ റെഗുലേറ്റർ അങ്ങ് ക്ലോസ് ചെയ്യും. സോ അതിന്റെ റെഗുലേറ്റർ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് കനാലിന്റെ ക്രോസ് റെഗുലേറ്റർ ഫുള്ളി ഓപ്പൺ ആക്കി വെക്കും. ഡ്രെയിനേജിൽ വെള്ളം ഇല്ലാത്ത സമയത്ത് അതിന്റെ റെഗുലേറ്റർ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് കനാലിന്റെ ക്രോസ് റെഗുലേറ്ററിനെ ഓപ്പൺ ആക്കി വെക്കും. ഇനി ഫ്ലഡ് ഉള്ള സമയത്താണെങ്കിൽ ഡ്രെയിനേജ് റെഗുലേറ്ററിനെ ഓപ്പൺ ചെയ്തിട്ട് ഫ്ലഡ് ഉള്ള സമയം എന്ത് ചെയ്യും? ഡ്രെയിനേജിന്റെ റെഗുലേറ്ററിനെ ഓപ്പൺ ആക്കി വെക്കും. അങ്ങനെ ഡ്രെയിനേജിന്റെ റെഗുലേറ്ററിനെ ഓപ്പൺ ആക്കി വെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡ്രെയിനേജിന്റെ റെഗുലേറ്റർ ഓപ്പൺ ആക്കി വെക്കുമ്പോൾ ഈ ഫ്ലഡ് ഡിസ്ചാർജ് ക്രസ്റ്റിലൂടെ സ്പില്ല് ചെയ്ത് വന്ന് ഫ്ലഡ് ഡിസ്ചാർജ് ക്രസ്റ്റിലൂടെ സ്പില്ല് ചെയ്ത് കനാൽ വാട്ടറുമായിട്ട് മിക്സ് ആയിട്ട് ഡൗൺ സ്ട്രീം സൈഡിൽ ഡ്രെയിനേജിലൂടെ ഇങ്ങ് വെളി വരും. സോ ആക്യുറേറ്റ് സപ്ലൈസ് ഇൻ ദ കനാൽ ആർ മെയിൻറ്റെയിൻ ബൈ ക്രോസ് റെഗുലേറ്റർ. Accurate supply maintained by cross regulator. ഈ ക്രോസ് റെഗുലേറ്റർ ആണ് ആക്യുറേറ്റ് സപ്ലൈ ഓഫ് വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ഇതിൽ എങ്ങനെയാണ്? ഡ്രെയിനേജിൽ വെള്ളം ഇല്ലാത്ത സമയം ഡ്രെയിനേജിന്റെ റെഗുലേറ്റർ അടച്ചു വെച്ചിട്ട് കനാലിന്റെ റെഗുലേറ്റർ ഓപ്പൺ ചെയ്യും. അതുപോലെ ഫ്ലഡിന്റെ സമയം ഡ്രെയിനേജിന്റെ റെഗുലേറ്റർ ഓപ്പൺ ചെയ്യും. ഡ്രെയിനേജിന്റെ റെഗുലേറ്റർ ഓപ്പൺ ചെയ്യുന്നു ഫ്ലഡിന്റെ ടൈമിൽ. അപ്പോഴെന്താണ്? ആ ക്രസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തൂടെ വാട്ടർ സ്പില്ല് ചെയ്ത് കനാൽ വാട്ടറുമായിട്ട് മിക്സ് ആയിട്ട് ഡൗൺ സ്ട്രീമിൽ ഡ്രെയിനേജിലൂടെ പുറത്തു വരും. അങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ്. ഇനി ഇതിനകത്ത് accurate supply in the canal are maintained by cross regulator. Accurate supply cross regulator ആണ് മെയിൻറ്റെയിൻ ചെയ്തത്. Now level crossings are suitable for canals of all sizes. ഏത് സൈസ് കനാലിനും നമുക്ക് യൂസ് ചെയ്യാം. ഏത് സൈസിലുള്ള കനാലിനും യൂസ് ചെയ്യാം. And they are specially suited to crossing of very large drains when cost of other cross drainage works would be very high. So ഇത്രയും കാര്യങ്ങളാണ് ലെവൽ ക്രോസിംഗിനെ കുറിച്ച് അറിയാനുള്ളത്. Now ഈ ലെവൽ ക്രോസിംഗ് കൂടാതെ തേർഡ് ടൈപ്പ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്കിൽ വരുന്ന അടുത്ത ഒരു സ്ട്രക്ചർ ആണ് ഇൻലെറ്റ്സ് ആൻഡ് ഔട്ട്ലെറ്റ്സ്. ഇൻലെറ്റ്സ് ആൻഡ് ഔട്ട്ലെറ്റ്സ് ആണ് അടുത്ത വരുന്നത്. എങ്ങനെയാണെന്ന് ഫിഗർ ആദ്യം നോക്കാം.
ഇൻലെറ്റിന്റെ ഫിഗർ നോക്കാം. ഇനി ഇൻലെറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. A canal inlet is constructed when cross drainage flow is small and its water may be absorbed into the canal without causing appreciable rise. എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ക്രോസ് ഡ്രെയിനേജിലെ ഫ്ലോ വളരെ കുറവാണെങ്കിൽ, അതായത് ക്രോസ് ഡ്രെയിനേജിലെ ഫ്ലോ വളരെ കുറവാണ്, അതിലൂടെ വരുന്ന ഫ്ലോ കനാൽ അങ്ങ് അബ്സോർബ് ചെയ്യുന്നു, എന്നിട്ട് കനാലിൽ അധികം റൈസ് വരുന്നില്ല, കനാലിൽ അധികം വാട്ടർ ലെവലിൽ റൈസ് വരുന്നില്ല. അങ്ങനെയുള്ള കേസിലാണ് കനാൽ ഇൻലെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. കനാൽ ഇൻലെറ്റ് എപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന വെച്ചാൽ small flow in cross drainage, ക്രോസ് ഡ്രെയിനേജിലൂടെ ചെറിയ ഫ്ലോയും എന്നിട്ട് വാട്ടർ അബ്സോർബ്ഡ് ഇൻ ദ കനാൽ വിത്തൗട്ട് കോസിംഗ് അപ്രീഷിയബിൾ റൈസ്. Without significant rise. സോ ഈ കേസിലാണ് നമ്മൾ ഇൻലെറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ക്രോസ് ഡ്രെയിനേജിലൂടെയുള്ള ഫ്ലോ വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ ക്രോസ് ഡ്രെയിനേജിലൂടെയുള്ള ഫ്ലോ കനാൽ അങ്ങ് അബ്സോർബ് ചെയ്യുമ്പോഴത്തേക്കും കനാലിൽ അധികം റൈസ് വരുന്നില്ല. അങ്ങനെയുള്ള കേസിലാണ് കനാൽ ഇൻലെറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. However, if the canal is small, outlet may be constructed to pass out additional discharge. Canal if small, outlet is provided to carry additional discharge. അതായത് ചെറിയ കനാൽ വരുന്ന കേസുകളിൽ, ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് വളരെ കുറച്ച് ഫ്ലോ ആണ് ക്രോസ് ഡ്രെയിനേജിൽ ഉണ്ടെങ്കിൽ കനാലിലെ വാട്ടർ അങ്ങ് അബ്സോർബ് ചെയ്തിട്ട് കനാലിൽ അധികം റൈസ് വരുന്നില്ല. അതേസമയം കനാൽ ചെറുതാണെങ്കിൽ, ചെറിയ കനാലാണെങ്കിൽ ഈ വരുന്ന ഫ്ലോ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, നമ്മളൊരു ഔട്ട്ലെറ്റ് കൂടെ കൊടുക്കും, അഡീഷണൽ ഡിസ്ചാർജിനെ പാസ് ചെയ്യാൻ വേണ്ടി ഒരു ഔട്ട്ലെറ്റും കൂടെ കൺസ്ട്രക്ട് ചെയ്യും. It is not necessary that number of inlets and outlets should be same. So number of inlets and outlets need not be same. The number of inlets and outlets need not be same.
എത്ര നമ്പർ ഓഫ് ഇൻലെറ്റ്സും ഔട്ട്ലെറ്റ്സും വരാം. അല്ലാതെ n നമ്പർ ഓഫ് ഇൻലെറ്റ്സ് ഉണ്ടെങ്കിൽ n നമ്പർ ഓഫ് ഔട്ട്ലെറ്റ്സ് വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. So these are the different types of cross drainage work. Next is selection of suitable type of cross drainage work. Selection of suitable type of cross drainage work. എങ്ങനെയാണ് നമ്മൾ ക്രോസ് ഡ്രെയിനേജ് വർക്ക് സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഫാക്ടേഴ്സ് വിച്ച് അഫക്ട് ദ സെലക്ഷൻ of suitable type of cross drainage works are relative bed levels and water levels of drainage and canal, size of canal and drainage. So എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ ആദ്യം കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വെച്ചായിരുന്നു കമ്പയർ ചെയ്തത്? ബെഡ് ലെവൽസ് ഓഫ് കനാൽ ആൻഡ് ഡ്രെയിനേജും അതിന്റെ വാട്ടർ ലെവലുമാണ് കമ്പയർ ചെയ്തത്. സോ ഫസ്റ്റ് ഫാക്ടർ ഇസ് റിലേറ്റീവ് ബെഡ് ലെവൽസ് ആൻഡ് വാട്ടർ ലെവൽസ്. റിലേറ്റീവ് bed levels and water levels of canal and drainage. ഡ്രെയിനേജിന്റെയും കനാലിന്റെയും റിലേറ്റീവ് ബെഡ് ലെവലും വാട്ടർ ലെവലും നോക്കണം. ഇനി സെക്കൻഡ് ഫാക്ടർ സൈസ് ഓഫ് കനാൽ ആൻഡ് ഡ്രെയിനേജ്. സൈസ് ഓഫ് കനാൽ ആൻഡ് ഡ്രെയിനേജ്. സോ ഈ രണ്ട് ഫാക്ടേഴ്സ് ആണ് നമ്മൾ ക്രോസ് ഡ്രെയിനേജ് വർക്ക് സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി കൺസിഡറേഷൻസ് ഒക്കെ നോക്കാം. ഇനി കൺസിഡറേഷൻസ് വരുന്നത് when bed level of canal is above HFL of drainage so that sufficient headway is available for floating rubbish etc. and also for structural elements of work, aqueduct is the obvious choice. Similarly, if bed level of drain is well above FSL of canal, super passage is provided. ഇപ്പോൾ കൺസിഡറേഷൻ പറയുന്നത് എന്താണ്? ഒന്ന്, canal bed level greater than drainage HFL. കനാൽ ബെഡ് ലെവൽ ഡ്രെയിനേജ് HFL വളരെ മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യും? ആക്വിഡക്ട്. ആ കേസിൽ ആക്വിഡക്ട് കൊടുക്കും. അതുപോലെ തന്നെ ഡ്രെയിനേജ് ബെഡ് ലെവൽ വെൽ അബവ് കനാൽ FSL അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യും? സൂപ്പർ പാസേജ് കൊടുക്കും. അതാണ് ഫസ്റ്റ് കൺസിഡറേഷൻ. ഇനി സെക്കൻഡ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് necessary headway between canal bed level and drainage HFL can be increased by shifting the crossing to downstream of drainage. If however it is not possible to change the canal alignment or if such a shifting does not give sufficient headway between two levels, siphon aqueduct may be provided, and in siphon aqueduct HFL of drain is above bed of canal. അതായത് സഫിഷ്യന്റ് ഹെഡ്വേക്ക് വേണ്ടി ഡൗൺ സ്ട്രീമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഷിഫ്റ്റിംഗ് ടു ഡൗൺ സ്ട്രീം ഫോർ സഫിഷ്യന്റ് ഹെഡ്വേ. ഒന്നെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഹെഡ്വേ കിട്ടാൻ വേണ്ടി ഡൗൺ സ്ട്രീമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ HFL ഓഫ് ഡ്രെയിൻ കനാൽ ബെഡിന് മുകളിലാണെങ്കിൽ സൈഫൺ അക്വിഡക്റ്റ് കൊടുക്കണം. അതല്ലെങ്കിൽ HFL ഓഫ് ഡ്രെയിൻ ഗ്രേറ്റർ ദാൻ കനാൽ ബെഡ് ആണെങ്കിൽ എന്ത് കൊടുക്കണം? സൈഫൺ അക്വിഡക്റ്റ്. Now next consideration. Canal bed is much lower but FSL of canal is higher than bed level of drainage. Canal siphon is provided.
അതായത് FSL ഓഫ് കനാൽ ഗ്രേറ്റർ ദാൻ ഡ്രെയിനേജ് ബെഡ്. കനാലിന്റെ FSL ഡ്രെയിനേജ് ബെഡിനേക്കാൾ മുകളിലാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? കനാൽ സൈഫൺ. കനാൽ സൈഫൺ പ്രൊവൈഡ് ചെയ്യണം. ഇനി നാലാമത്തെ കൺസിഡറേഷൻ എന്താണ്? Drainage and canal cross each other practically at same level. Level crossing may be preferred. Drainage and canal same level in crossing each other. Same level and cross each other. സെയിം ലെവലിലും അത് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ലെവൽ ക്രോസിംഗ് മേ ബി പ്രിഫർ. പക്ഷേ യൂഷ്വലി പറയുന്നത് ഈ ലെവൽ ഇങ്ങനെയുള്ള സ്ട്രക്ചർ നമ്മൾ അവോയ്ഡ് ചെയ്യണമെന്നാണ്. ലെവൽ ക്രോസിംഗ് പോലുള്ള സ്ട്രക്ചേഴ്സ് അവോയ്ഡ് ചെയ്യണമെന്നാണ് യൂഷ്വലി പറയുന്നത്. Next is classification of aqueducts and siphon aqueducts. ഇതിന്റെ രണ്ടിന്റെ ഡിസൈൻ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അത് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. Depending on the type of sites of aqueduct or siphon aqueduct, they may be classified under 3 heads. Depending on the type of the sites. Depending on the type of sites. ഇതിന്റെ സൈറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് is type 1. Type 1 എന്ന് പറഞ്ഞാൽ sites of aqueduct in earthen banks with complete earthen slopes. Sites of aqueduct in earthen banks with complete earthen slopes. With complete earthen slopes. അതാണ് type 1. First type ല് original canal section is retained and no pluming is done. ഇവിടെ എങ്ങനെയാണ്? Original canal section is retained and no pluming is done. And no pluming is ഒറിജിനൽ കനാൽ സെക്ഷൻ റീറ്റെയിൻ ചെയ്തിട്ട് ഫ്ലൂമിംഗ് ഒന്നും ചെയ്യാത്തതാണ് ഈ ഫസ്റ്റ് ടൈപ്പ്. The sites of aqueduct are kept in earthen banks with complete earthen slopes. So അതാണ് ഫസ്റ്റ് ടൈപ്പ്. ഇനി ഇതിലെ ടൈപ്പ് 2 എന്ന് പറയുന്നത് sites of aqueduct in earthen banks. Sites of aqueduct in earthen banks. Sites of aqueduct in earthen banks with outer slope supported by masonry walls. With outer slopes supported by masonry walls. അക്വഡക്റ്റിന്റെ സൈഡ്സ് earthen banksലായിരിക്കും, പക്ഷെ അതിന്റെ ഔട്ടർ സ്ലോപ്പ് എന്ന് പറയുന്നത് masonry walls വെച്ചാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദ ടു. ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം ടൈപ്പ് 3ഉം ഉണ്ട്. ഈ 1ന്റെയും 3യുടെയും ഒരു ഇന്റർമീഡിയറ്റ് ആണ് ഈ സെക്കൻഡ് ടൈപ്പ്.
in which sides of aqueduct are in earthen banks with outer slope supported by masonry walls or concrete walls. Masonry അല്ലെങ്കിൽ concrete walls വെച്ചാണ് earthen banks ന്റെ outer slope സപ്പോർട്ട് ചെയ്യുന്നത്. അത് ടൈപ്പ് 1ന്റെയും ടൈപ്പ് 3യുടെയും ഒരു ടൈപ്പ് 1ന്റെയും ടൈപ്പ് 3യുടെയും ഒരു ഇന്റർമീഡിയറ്റ് വേർഷൻ ആണ് ഈ ടൈപ്പ് 2. ടൈപ്പ് 1 ഉം 3 തമ്മിലുള്ള ഇന്റർമീഡിയറ്റ് ആണ് ടൈപ്പ് 2. ഇനി ടൈപ്പ് 3 എന്ന് വെച്ചാൽ sides of aqueduct made of concrete or masonry. Sides of aqueduct made of concrete or masonry. So ഇതില് canal section is reduced, fluming is done and two sides of canal are made of concrete or masonry. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? canal section നെ reduce ചെയ്ത് flume ചെയ്യും. canal section is reduced and flume. canal section നെ reduce ചെയ്ത് flume ചെയ്തിട്ട് sides of canal are made of concrete or masonry. canal sides of canal are made of masonry or concrete. കനാലിന്റെ സെക്ഷൻ റെഡ്യൂസ് ചെയ്ത് അതിനെ ഫ്ലൂം ചെയ്യുന്ന പറഞ്ഞാൽ അതിന്റെ വിട്ട് കുറച്ചിട്ട് അതിന്റെ സൈഡ്സിനെ കോൺക്രീറ്റോ മെസൻറിയോ കൊണ്ട് ഉണ്ടാക്കും. ഇതാണ് ടൈപ്പ് 3. അക്വഡക്ട് സൈഫോൺ അക്വഡക്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈപ്പിൽ വരുന്നതാണ്. ഇവിടെ വരുന്നു ടാങ്ക് കണക്ഷൻ, then ഇത് കൾവേർട്ട് ലെങ്ത്, ഇതാണ് ലെങ്ത് ഓഫ് കൾവേർട്ട്, this is the length of aqueduct. കനാൽ ഓവർ ഡ്രെയിനേജ് ആണ്. ഇവിടെ കനാൽ ഓവർ ഡ്രെയിനേജ് ആയതുകൊണ്ട് ആ കനാല് ഡ്രെയിനേജിന്റെ മുകളിൽ ഇടുന്ന ഭാഗത്താണ് നമ്മൾ അക്വഡക്ട് പണിയുന്നത്. സോ ലെങ്ത് ഓഫ് അക്വഡക്ട് എന്ന് പറയുന്നത് ഡ്രെയിനേജിന്റെ വിഡ്ത്തിന് ഈക്വൽ ആയിരിക്കും ആൻഡ് കൾവേർട്ടിന്റെ ലെങ്ത് കനാൽ വിഡ്ത്തിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ക്രോസ് ഡ്രെയിനേജ് ആണ്, രണ്ടും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. കനാലും ഡ്രെയിനേജും പെർപെൻഡിക്കുലർ ആയിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, ഒന്നിന്റെ ലെങ്ത് മറ്റേതിന്റെ വിഡ്ത്തായിട്ട് വരും. അതുകൊണ്ടാണ് അക്വഡക്ട് എന്ന് പറയുന്നത് കനാൽ പാസ് ചെയ്യുന്ന പോർഷൻ, ഡ്രെയിനേജിന്റെ മുകളിൽ കൂടെ കനാൽ പോകുന്ന ഭാഗത്താണ് നമ്മൾ അക്വഡക്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഡ്രെയിനേജിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് അക്വഡക്റ്റിന്റെ ലെങ്ത് ആയി മാറുന്നു. ഇനി കൾവേർട്ട് താഴെ വരുന്നുണ്ട്, കൾവേർട്ട് താഴെ വരും, അതായത് ഡ്രെയിനേജിന്റെ പോർഷനിലാണ് ഈ കൾവേർട്ട് വരുന്നത്. അപ്പൊ എന്താണ് കൾവേർട്ടിന്റെ ലെങ്ത് എന്ന് പറയുന്നത് കനാലിന്റെ വിഡ്ത്തായിരിക്കും. കൾവേർട്ടിന്റെ ലെങ്ത് എന്ന് പറയുന്നത് കനാലിന്റെ വിഡ്ത്തായിരിക്കും.